ഈ സുഭാഷ് ചന്ദ്രബോസ് അവരുടെയൊക്കെ പേര് 3 ആണല്ലോ. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരിക്കൽ ഒരാൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ 4 പേര് പരിപാടിക്ക് പോയി. 4 ആർട്ടിസ്റ്റുകൾ: മനോജ് ഗിന്നസ്, സാജൻ പള്ളുരുത്തി, രമേഷ് പിഷാരടി, പ്രചോദ് കലാഭവൻ. ഇയാളത് പറഞ്ഞ് എട്ടാക്കി. അവിടുത്തെ അനൗൺസർ നാഗർകോവിൽ ഭാഗത്ത് പരിപാടിക്കുക. 8 മണിക്ക് മിമിക്സ് പരേഡ്, രമേഷും പിഷാരടിയും സാജനും പള്ളുരുത്തിയും പ്രചോദും കലാഭവനും മനോജും ഗിന്നസും. ആൾക്കാർ എന്നിട്ട് ചോദിക്കുക ബാക്കിയുള്ള 4 പേര് എവിടെയെന്ന് ഞങ്ങളോട്. ഈ ഡിലീറ്റ് ഫോർ എവരി മാത്രമല്ല, ഈ ഓട്ടോ കറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആക്കിയിട്ട് മൊബൈൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരന് ഫോർഡ് എൻഡോവറിൻ്റെ വണ്ടിയിൽ കമ്പനി ജോലി കിട്ടിയപ്പോൾ വെറുതെ അറിയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, വേറൊരു കൂട്ടുകാരൻ അവനൊരു മെസ്സേജ് അയച്ചു, ക്യാൻ യു പ്ലീസ് സേ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്ന് പറഞ്ഞ് ഇവനൊരു മെസ്സേജ് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചൊരു മറുപടി വിട്ടു, അക്കോർഡിംഗ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി വിട്ടു. ഇവൻ തിരിച്ചു വിളിച്ചു, എന്താടാ ഞാൻ ചോദിക്കുന്നത്? അക്കോർഡിംഗ് ടു ബ്രാൻഡ് മിനിമം ഓഫ് 50 ആൻഡ് മാക്സിമം ഓഫ് 150 എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചത് ഇതാണോ ഇങ്ങനെയാണോ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവൻ ചോദിച്ചു, നീ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്നാണ് ചോദിച്ചത്. അതാണോ ചോദിച്ചത്? ഇവിടെ കിട്ടിയത് 4 അണ്ടർവെയർ എന്നാണ്. അതാണ് പുള്ളി പറഞ്ഞത് 50 രൂപയ്ക്കും കിട്ടും 150 രൂപയ്ക്കും കിട്ടും എന്ന് പറഞ്ഞത്. ഒരുത്തനുമായിട്ട് ഞാനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു സിനിമാ നടിയുടെ നമ്പർ എടുത്തിട്ട് ആ നടിയെ വിളിച്ചു. അപ്പോൾ അത് ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അവനുമായിട്ടൊരു ചെറിയ പിണക്കം ഭാവിച്ചു. അവനെ അങ്ങനെ ഇച്ചിരി ഒന്ന് അകത്തി നിർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഇവന് ഞാൻ വിളിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഇവൻ എന്നെ വിളിക്കുമ്പോൾ തന്നെ ഹലോ തിരക്കിലാണോ നോക്കിയപ്പോൾ ഞാൻ പറയാം തിരക്കില്ല, പിന്നെ വിളിക്കാം, ഓക്കെ പിന്നെ വിളിക്കാം എന്ന് പറയും. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ ഹലോ തിരക്കിലാണോ? അതല്ല തിരക്കില്ല, ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ഇത് ഏകദേശം 5 വർഷത്തോളം മാസം 2 തവണ ഹലോ തിരക്കിലാണോ? ആ തിരക്കില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞ പുറത്തു എന്തിനാണ് നമ്മൾ ഒരാളോട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത്? അടുത്ത തവണ വിളിക്കുമ്പോൾ മിണ്ടിയേക്കാം എന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് പിവൻ വിളിച്ചു. എന്നോട് ചോദിച്ചു ഹലോ തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ല പറ വിവൻ ഞാൻ ഇച്ചിരി തിരക്കില്ല, പിന്നെ വിളിക്കാം. കാരണം ഇവന്റെ 5 വർഷമായിട്ട് മറ്റേതിന് ട്യൂൺ ചെയ്ത് കിടക്കുന്നൊന്നും പറയാനില്ല. അവന്റെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്. തേടിലൊരു പിടി പിടിച്ചാലോ? ദൃശ്യം തേടിലൊരു പിടി പിടിച്ചാലോ എന്ന്. തേട് ഞാൻ ഇറക്കുന്നുണ്ട്. അല്ല തേടിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞൊക്കെയാണ്. അല്ല അമ്മാവ് അത് പിന്നെ ജിത്തുബായത് എഴുതാനുള്ളൊരു എന്തൊരു പ്ലാനൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അല്ല അതെന്താന്ന് വെച്ചാലേ ഷാജോനെ, ദൃശ്യം 1, 2 ഒക്കെ പുള്ളി ചെയ്തല്ലോ. പിന്നെ ഹിന്ദി തമിഴ് എല്ലാം പുള്ളി തന്നെയല്ലേ ചെയ്തത്. ഈ ഒരു പടം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഒരു അവസരം മേടിച്ചെന്നൂടെ? അത് ചെയ്തത് കൊണ്ട് പുള്ളി ചെയ്തതിന്റെ ബാക്കി 3 നിങ്ങൾക്ക് ചെയ്യാൻ അവസരം വേണം. 3 എനിക്ക് ചെയ്യണം, ഞാൻ എടുത്ത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹദേവൻ നിറഞ്ഞ ആട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം. ഒപ്പം കൂടെ കേശവനും. അതാരാ? അമ്മാവൻ ലാലട്ടനില്ലപ്പോ? അല്ല അതിപ്പോ 1ലും 2ലും വന്നല്ലോ. അപ്പൊ തേർഡിലെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സഹദേവനും കേശവനും കൂടെ പൊളിക്കുകയാണ്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിത്തുവിനെ കേൾപ്പിച്ചു. ജിത്തുവിന്റെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റായിട്ട് ഞാൻ ചെന്നു. ജിത്തുവിന്റെ അടുത്ത് ചെന്നു. ജിത്തുവിനോട് ചെന്ന് കഴിഞ്ഞ് ഞാനിത് പറഞ്ഞു, എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, പറഞ്ഞു ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഫീൽഡിനെ ശിഥിലമാക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ ഞാൻ പറഞ്ഞു വിട്ടു. ഒറ്റ അടി കാരണം അടി കൊണ്ട് ഞാൻ മെല്ലെ നടന്നു പോണ വഴിക്ക് തിരിച്ചെന്നെ വിളിക്കണേ പുള്ളി. ഇനിയും നീ സ്ക്രിപ്റ്റായിട്ട് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞു വിടൂന്ന്. പറഞ്ഞു പോമാ. പിന്നെ ഞാൻ പോയിട്ടില്ല. ഇതിൽ നിന്നും ഷാജോൺ ഇപ്പൊ എന്താ മനസ്സിലായത്? ഷാജോണിന് ഇതിൽ താല്പര്യമുണ്ടോ അതോ എന്താണ്? അല്ല എൻ്റെ ഈ പടത്തിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണോ? ആരും അറിയാത്ത ചേട്ടൻ. അതെ ഇപ്പൊ ഞാൻ പറഞ്ഞെന്നറിയാമോ, ചേട്ടൻ ചെന്നു, കിട്ടിയത് കിട്ടി. ഇനി വലിയ നാണക്കേടാകാതിരിക്കാൻ ചേട്ടനായിട്ട് ഇത് ആരോടും ഇനി പറയാൻ നിൽക്കാം. എനിക്ക് അടി കിട്ടിയ വാർത്ത ഒരാളോട് നിങ്ങൾ പറയരുത്. ഞങ്ങളായിട്ട് പറയില്ല, ഇത് എന്നിലൂടെ തന്നെ അലിഞ്ഞില്ലാതാവട്ടെ. പിഷുവിനും കൂടി ഇപ്പൊ കേട്ടിരിക്കുകയാണ്. പിഷു ആരോടും പറയോ? ഞാൻ ആരോടും പറയില്ല. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്.